ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മറൈൻ ഡിസൈൻസ്. ഇന്ന് നമുക്ക് അംബ്രല്ല കട്ടിങ്ങിൽ ചെയ്ത ഒരു ഫ്രോക്ക് കണ്ടു നോക്കാം. അപ്പോൾ ക്രിസ്മസ് സെലിബ്രേഷൻ ഇടാൻ വേണ്ടിയിട്ട് മോൾക്ക് ചെയ്തൊരു ഫ്രോക്കായിരുന്നു. അപ്പോൾ ഇതിന് റെഡ് പ്ലെയിൻ ആയിട്ട് തയ്ച്ചിട്ട് ഒരു ഓവർകോട്ട് നമ്മൾ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് ഇടുകയാണ് ചെയ്തത്. അപ്പോൾ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കോട്ടൻ്റെ മെറ്റീരിയലാണ്, 34 ഇഞ്ച് വിടുത്തുള്ള ഒരു പോപ്പിളിൻ്റെ മെറ്റീരിയലാണ് ഞാൻ ഫ്രോക്കിന് വേണ്ടിയിട്ട് എടുത്തത്. അതിൽ 2 മീറ്റർ കട്ട് ചെയ്തെടുത്തിട്ട് തുണി രണ്ടായിട്ട് മടക്കി പിന്നെ ഒന്നുകൂടി മടക്കി കോണായിട്ട് മടക്കി ഇട്ടിരിക്കുകയാണ് ചെയ്തത്. അംബ്രല്ല കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് തുണി ഫോൾഡ് ചെയ്തിടേണ്ടത്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ്റെ മുകൾ ഭാഗത്തെ അളവ് കണ്ടുപിടിക്കാം. അപ്പോൾ ചെസ്റ്റ് അളവ് എത്രയാണോ ഉള്ളത് അതിൻ്റെ കൂടുതൽ നമുക്ക് വേണ്ടുന്ന തയ്യൽ തുമ്പും അതിൻ്റെ ബോഡിക്ക് വേണ്ടുന്ന ലൂസും ആഡ് ചെയ്യുക. അപ്പോൾ 26 ഇഞ്ച് ചെസ്റ്റ് അളവാണ് ഇവിടെ. അപ്പോൾ 8 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പും നമ്മുടെ ലൂസും ഒക്കെ കൂടി ആഡ് ചെയ്യുന്നത്. അപ്പോൾ 34 ഇഞ്ചസാണ് നമുക്ക് ടോട്ടൽ കിട്ടുന്നത്. അതിനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ 8.5 ഇഞ്ചാണ് കിട്ടുന്നത്. അതാണ് നമ്മൾ ചെസ്റ്റിന് അവിടെ മാർക്ക് ചെയ്യുന്ന അളവ്. ഇതിൽ നിന്ന് 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ചൊക്കെ കുറച്ചിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഷേപ്പിൻ്റെ അവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 8 ഇഞ്ച് അല്ലെങ്കിൽ 7.25 ഇഞ്ചൊക്കെ വരാൻ പാകത്തിന് സ്കേർട്ട് പോർഷൻ്റെ റൗണ്ട് മാർക്ക് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ വരുന്ന അളവ് ചെസ്റ്റിനേക്കാളും കുറച്ചിട്ടാണ് എടുക്കുന്നത്. ആ അളവാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഏകദേശം മുകളിൽ നിന്ന് ഒരേ പോയിൻ്റ് തന്നെ അകലം വരാൻ പാകത്തിന് ഒരു റൗണ്ടായിട്ടൊരു മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടുന്ന അളവ് ഇവിടെ കിട്ടുന്നുണ്ടോയെന്ന് ടേപ്പ് വെച്ചൊന്ന് അളന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ താഴത്തേക്ക് അതേ റൗണ്ടിൽ തന്നെ വരച്ചെടുക്കുക, ഇല്ലെങ്കിൽ മുകളിലേക്കും കൂടെ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ടേപ്പിന് അളന്ന് നോക്കിയെടുക്കാം. പിന്നെ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് വേണ്ടതിൽ നിന്നും യോക്കിന് വേണ്ടുന്ന ലെങ്ത്ത് കുറച്ചിട്ട് പ്ലസ് തയ്യൽ തുമ്പോടെ ആഡ് ചെയ്ത് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി എടുക്കുക. ഇതുപോലെ ടേപ്പ് മാറ്റി മാറ്റി വെച്ച് കൊടുത്ത് റൗണ്ടിന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. അംബ്രല്ല കട്ടിങ്ങിൻ്റെ ഫ്രോക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വീതി കുറഞ്ഞ തുണിയൊക്കെ ആണെങ്കിൽ താഴ്ഭാഗത്ത് ഇതുപോലെ ഒരു പീസ് 2 പീസിൽ തുണി അളവ് കുറവുണ്ടാവും. അപ്പോൾ ഇതുപോലെ കോൺ വരുന്ന തുണി എടുത്ത് വെച്ച് കൊടുത്ത് അളന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി സെയിം മെത്തേഡിൽ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കുക. ഞാനും ഇവിടെ കോട്ടൺ മെറ്റീരിയലാണ് ലൈനിങ് എടുത്തിരിക്കുന്നത്. അതിനും സെയിം വീതി തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് സ്കേർട്ടിൻ്റെ അളവ് ഒരു 2 ഇഞ്ചൊക്കെ കുറച്ചിട്ട് ഇതിൽ വരച്ചെടുക്കാവുന്നതാണ്. അതുപോലെ മെയിൻ തുണിയിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ താഴ്ഭാഗത്ത് ചെറിയൊരു പീസ് എഴുപ്പിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അംബ്രല്ല കട്ടിങ്ങിനൊക്കെ എപ്പോഴും നമ്മൾ സ്കേർട്ട് പോർഷനാണ് കട്ട് ചെയ്തെടുക്കുകയാണ് നല്ലത്. കാരണം നമുക്ക് കോണൊക്കെ വരുന്ന ഭാഗത്തുനിന്ന് നമുക്ക് യോക്കിനോ അല്ലെങ്കിൽ സ്ലീവിനോ ഒക്കെ വേണ്ടുന്ന മെറ്റീരിയൽ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കുക. ബാക്കി വരുന്ന പോർഷനിൽ നിന്ന് നമുക്ക് വീതിയുള്ള മെറ്റീരിയലാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. ഇവിടെ വീതി കുറവായതുകൊണ്ടാണ് ചെറിയൊരു പീസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് യോക്കിന് വേണ്ടുന്ന ലെങ്ത്തും ഷോൾഡറിൻ്റെ അവിടെ ഭാഗത്തൊക്കെ അളവ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ അളവ് കുറച്ച് മതിയല്ലോ. അപ്പോൾ ആ കോൺ വരുന്ന ഭാഗം മുകളിൽ വരാൻ പാകത്തിനാണ് ഞാൻ മടക്കി ഇട്ടിരിക്കുന്നത്. നെക്ക് ശകലം വിട്ടായിട്ടൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു 5 ഇഞ്ച് 4.25 5 ഇഞ്ചൊക്കെയാണ് ഷോൾഡർ എടുത്തിട്ടുള്ളൂ. ഇനി ആം ഹോൾ ഞാൻ 5 ഇഞ്ച് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ചെസ്റ്റ് അളവ് നമുക്ക് 8.5 ഇഞ്ചാണല്ലോ വേണ്ടത്. അതിവിടെ ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. താഴ്ഭാഗത്ത് 1/2 ഇഞ്ച് കുറച്ച് 8 ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുത്ത് ആം ഹോൾ ഷേപ്പ് ചെയ്ത് ഒന്ന് വരച്ചെടുത്തതിൽ കൂടി തന്നെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ബോഡി പാർട്ട് സ്കേർട്ട് കട്ട് ചെയ്തതിൻ്റെ ബാക്കി തുണിയിൽ നിന്നും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നല്ല പീസിന് അതുപോലെ തുണി കുറവായിരുന്നുകൊണ്ട് ഞാൻ വേറെ പീസ് 4ആയിട്ട് മടക്കി ഇട്ടുവിട്ട് ബോഡി പാർട്ട് ലൈനിങ് വെച്ച് കൊടുത്ത് കട്ട് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പം 2 ഇഞ്ച് അകലവും ഒരു 4.5 ഇഞ്ച് ഇറക്കവുമാണ് നെക്കിനെടുത്തത്. നല്ല വൈഡായിട്ടുള്ള സ്ക്വയർ നെക്കിന് വേണ്ടിയിട്ട് ഞാൻ സ്ക്വയർ നെക്കാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി അതുപോലെ തന്നെ സെയിം അകലവും കൊടുത്ത് ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ച് ഇറക്കം ഒക്കെ നമുക്ക് ബാക്ക് നെക്കിന് കൊടുക്കുക. നമ്മുടെ ഇഷ്ടാനുസരണം കൊടുത്താൽ മതി. എന്നിട്ട് സിബ് വെക്കുന്നതിന് വേണ്ടി ബാക്ക് പോർഷൻ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക. ഇനി സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. സ്ലീവിന് നമുക്ക് എത്ര ഇഞ്ചാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3 ഇഞ്ചും കൂടെ ലെങ്ത്ത് കൂട്ടിയിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ പഫ് സ്ലീവിന് വേണ്ടിയിട്ടാണ് ആ 3 ഇഞ്ച് കൂട്ടിയിട്ടതിലേക്ക് ഇതുപോലെ കർവ് ചെയ്ത് ടോട്ടലായിട്ടൊന്ന് വരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് കൈയുടെ അടിയിൽ വെച്ച് കൊടുക്കാൻ പടി വേണം. അപ്പോൾ ഒരു 2 ഇഞ്ചില്ല 2.5 ഇഞ്ച് വീതിയിൽ പടി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കൈയുടെ വണ്ണം അനുസരിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ലൂസോടെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ പടി വെട്ടിയെടുക്കുന്നത് കേട്ടോ.
അപ്പോൾ നമുക്ക് കൈയുടെ അടിഭാഗത്ത് നല്ല പീസിൽ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ഈ പടിയിലേക്ക് ചുരുക്കി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന് നെക്കിന് വേണ്ടിയിട്ട് വേറെ പീസൊന്നും കട്ട് ചെയ്തെടുക്കുന്നില്ല. നമ്മുടെ ലൈനിങ്ങിന് തന്നെ വെച്ച് കൊടുത്തിട്ട് തയ്ച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല വൈഡായിട്ടുള്ള സ്ക്വയർ നെക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി പീസ് വേറെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കളഞ്ഞ ഒരു പീസ് ഉണ്ടല്ലോ നെക്കിന്, അത് വെച്ച് കൊടുത്തിട്ട് ആ ഷേപ്പിൽ തന്നെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കോട്ടൺ പീസ് ആയതുകൊണ്ടും ആ ലൈനിങ്ങിൽ തന്നെ നെക്ക് അടിച്ചു കൊടുത്ത് മറിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കൈക്കുഴിയുടെ അളവുകളൊക്കെ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് നെക്ക് സെൻറ്റർ നോക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഉൾഭാഗത്തുനിന്ന് ആ മെറ്റീരിയൽ എക്സ്ട്രാ കിടക്കുന്നത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം കോൺ വരുന്ന ഭാഗത്തൊക്കെ ഓരോ വെട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് ലൈനിങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നെക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നെക്ക് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് നെക്കും സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നെക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സിബ്ബാണ് അറ്റാച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ വീഡിയോസിനൊക്കെ കമൻറ്റ് ഇടുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ സ്റ്റിച്ചിങ് അറിയില്ലാത്ത കൂട്ടുകാരൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് അവർക്കും കൂടി യൂസ്ഫുള്ളാകാൻ പാകത്തിന് ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്ക് നമ്മൾ ഫ്രണ്ടിന് ചെയ്ത പോലെ നല്ല പീസിലേക്ക് പതിച്ച് അടിച്ചു കൊടുക്കുന്നില്ല. ഇത് പതിച്ചടിക്കുന്നത് നമ്മൾ ലൈനിങ്ങിലേക്ക് മാത്രമാണ്. അപ്പോൾ നമുക്ക് ആ നെക്കിൻ്റെ സ്റ്റിച്ചിങ് ബാക്ക് നെക്കിൽ കാണില്ല. അപ്പോൾ ഉള്ളിൽ ലൈനിങ്ങിൽ മാത്രമാണ് സ്റ്റിച്ചിങ് കാണുള്ളൂ. അപ്പോൾ നമുക്കതൊരു ഫിനിഷിംഗ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നെക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ലൈനിങ് ആയിട്ട് ഉള്ള മെറ്റീരിയലിൽ നമ്മൾ സിബ്ബ് അറ്റാച്ച് ചെയ്യുമ്പം വെറുതെ നടുഭാഗം ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സിബ്ബ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നൂല് ഊരി പോകുന്ന തുണിയൊക്കെ ആണെങ്കിൽ ഒന്ന് ലോക്ക് ചെയ്തെടുക്കും. പീസ് വെച്ച് അടിച്ച് മറിച്ചെടുക്കത്തൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ സിബ്ബ് വെക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പൊക്കെ സിമ്പിളായിട്ട് ഒറ്റയ്ക്ക് വേറൊരു ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കട്ടോ. അപ്പോൾ സിബ്ബ് ഓപ്പൺ ആക്കി എടുത്തതിന് ശേഷം അതിൻ്റെ വശങ്ങൾ നോക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ സാധാ പ്രസ് ഫൂട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അതിന് ശേഷം നമുക്ക് ആ ഫൂട്ടൊന്ന് മാറ്റി കൊടുക്കാം. വൺ സൈഡ് ഫൂട്ടുണ്ടല്ലോ, നമുക്ക് സിബ്ബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഫൂട്ടാണ് ഏറ്റവും ഉപകാരപ്രദം. അങ്ങനത്തെ ഫൂട്ട് മാറ്റി ഇട്ട് കൊടുത്തതിന് ശേഷം ആ സിബിൻ്റെ ഉള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, മടങ്ങിയിരിക്കുന്ന ഭാഗം, അതൊന്ന് വിടർത്തി കൊടുത്തതിന് ശേഷം ചേർത്ത് വെച്ച് സ്റ്റിച്ചാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഇനി നമുക്ക് പഫ് സ്ലീവ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കൈയുടെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും പ്ലീറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ മുകളിലെ പ്ലീറ്റ്സ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ, ആ ഒരു ഏകദേശം ആ സെൻറ്റർ പോർഷനിൽ ഇതുപോലെ പ്ലീറ്റ് ഇട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ അറിയില്ലാത്തവർ കൈക്കുഴിയുടെ സൈഡിൽ നിന്ന് തയ്ച്ച് വരുമ്പോൾ സെൻറ്റർ പോർഷനിൽ രണ്ട് സൈഡിലേക്കും ഫ്രണ്ടിലും ബാക്കിലും ഈക്വലായിട്ട് വരാൻ പാകത്തിന് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ കൈയുടെ താഴ്ഭാഗത്തും സെൻറ്റർ പോർഷനിൽ രണ്ട് സൈഡിലേക്കും ഒരേ അളവിൽ തന്നെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. നമുക്ക് താഴ്ഭാഗത്ത് ഒരു പടി വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ പടിയുടെ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് ഈ പ്ലീറ്റ് ഇട്ട് കൊടുത്തത് അതുപോലെ തന്നെ സെൻറ്ററിലേക്ക് വരാൻ പാകത്തിന് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പടിയുടെ ഒരു സൈഡ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ സ്ലീവിൻ്റെ ചള്ളുഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ചള്ളുഭാഗത്തുനിന്ന് നല്ല ഭാഗത്തേക്ക് മറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ അളവ് നമ്മുടെ പടിയുടെ ഒപ്പം ആക്കി എടുക്കണം. അപ്പം സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും ഒരേ രീതിയിൽ തന്നെ പ്ലീറ്റ്സ് വരാൻ പാകത്തിന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളൊരു സൈഡ് മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ചള്ളു ഭാഗത്തുനിന്ന് നല്ല ഭാഗത്തേക്ക് മറിച്ചെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. പതിച്ച് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി ഇതിങ്ങനെ പതിച്ച് വെക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ കൈയുടെ താഴ്ഭാഗത്തും പടി സ്റ്റഡി ആയിട്ടിരിക്കുന്നതിന് വേണ്ടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. അത് നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്താൽ മതി കേട്ടോ. എങ്ങനെയായാലും ഒരേ രീതിയിൽ തന്നെ പ്ലീറ്റ്സ് രണ്ട് സൈഡിലേക്കും ഒപ്പം വരാൻ പാകത്തിന് പ്ലീറ്റ്സ് ഇട്ടെടുക്കുക. അപ്പം നമ്മൾ വെച്ച് കൊടുക്കുന്ന പടിയുടെ സെൻറ്റർ പോർഷനും കട്ട് ചെയ്തിടണം, നമ്മുടെ കൈയുടെ സെൻറ്റർ പോർഷനും കട്ട് ചെയ്തിടണം. അതിനുശേഷം നമുക്ക് സൈഡിൽ നിന്ന് സ്ലീവ് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ സെൻറ്റർ പോർഷൻ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ സെൻറ്ററിൽ നിന്ന് മാറിയായിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്ലീറ്റ്സ് അധികം ഇടാനുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി തികയില്ല എന്നുണ്ടെങ്കിൽ ഓരോ പ്ലീറ്റ് അഴിച്ചിടുക. അപ്പോൾ ഇവിടെ ഞാൻ ഇട്ട് കൊടുക്കാൻ പാകത്തിനാണ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ 1-2 പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്തെടുത്തത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ അതേ മെത്തേഡിൽ തന്നെ നമുക്ക് 2 സ്ലീവും ചെയ്തെടുക്കാം. പിന്നെ ഈ ഫ്രോക്കിന് വേണ്ടിയിട്ട് ഞാനൊരു വള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒത്തിരി ഷേപ്പ് ചെയ്തില്ലെങ്കിലും ഇട്ട് കഴിയുമ്പോൾ വള്ളി നമുക്ക് മടക്കി അടിച്ച് വലിച്ച് കെട്ടിയെടുക്കാമല്ലോ. അപ്പോൾ വള്ളി അടക്കി അടിച്ച് എടുക്കുക. 2 സൈഡിലും ബാക്കിലായിട്ട് പിടിപ്പിച്ച് കൊടുക്കുക. പിന്നെ സ്ലീവ് രണ്ടും പിടിപ്പിച്ചതിന് ശേഷം 2 സൈഡിൽ നിന്നും ജോയിൻ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ വള്ളി കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷേപ്പിന് തന്നെ ഇരിക്കും. പിന്നെ യോക്ക് പോർഷൻ്റെ താഴ്ഭാഗത്തേക്ക് സ്ക്വയർ പോർഷനും പിടിപ്പിച്ച് കൊടുക്കുക. താഴ്ഭാഗം അമ്പർല ആയതുകൊണ്ട് റോൾ ഹെമ്മിങ് ചെയ്താൽ മതിയാകും. അപ്പോൾ നല്ല പഫി ആയിട്ട് സ്ലീവൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സിന് വേണ്ടിയിട്ട് ഞാനൊരു ഓഫ് വൈറ്റ് കളറ് ഇതുപോലെ ഒരു ക്രോഷറ്റ് ഓവർകോട്ടാണ് മേടിച്ചിരുന്നത്. ഇത് ക്രോഷറ്റ് എന്ന് പറഞ്ഞ വർക്കാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അത് കമ്പിളി നൂല് പോലത്തെ നൂലും കൊണ്ട് കൈ കൊണ്ട് തുന്നിയെടുക്കുന്ന ഒരു മെറ്റീരിയൽ ആണത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓവർകോട്ട് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 200 സംതിങ് എത്രയോ ആണ്. ചെറിയ കുട്ടിയായതുകൊണ്ട് സൈസൊന്നും ഒത്തിട്ടില്ല ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസും വിശേഷങ്ങളുമായിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.